പിന്നെ ആ ഒരു സിനിമയിൽ ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത് TS കൃഷ്ണൻ, കോഴിക്കോട് കൃഷ്ണൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഒരു വില്ലൻ വേഷങ്ങളോട് ചെയ്ത് വന്നിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നടനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സിനിമ വളരെ ചെറുപ്പത്തിൽ 33 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. കുറേ സിനിമകളുണ്ട് ആ സമയത്തുള്ള പല കമ്മീഷണറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോസിറ്റീവ് ക്യാരക്ടർ ആലഞ്ചേരി തമ്പുരാക്കൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. കോഴിക്കോടുകാരനാണ്. ഷാജി കൈലാസിൻ്റെ എത്രയോ, അത് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്രയോ സിനിമകളിൽ എത്രയോ നല്ല വേഷങ്ങൾ, സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെനിക്കൊന്ന് സർദാർ ചെയ്യട്ടെ. വിക്രം ഒരിക്കൽ ഇവിടെ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോൾ സൈന്യത്തിലെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പേരുകളൊന്ന് കൃഷ്ണൻ്റെ ആയിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു കൃഷ്ണൻ എന്ന് വരെ വിക്രം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്ക് ടു കിങ് എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റായിട്ട് കാണുന്നതാണ്. ഇന്ന് അതുപോലത്തെ സിനിമകളാണ് വളരെയധികം മിസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആ ഒരു അന്നത്തെ ഷാജി കൈലാസിൻ്റെ മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന ആ ഒരു സീൻ, വാണി വിശ്വനാഥുമായിട്ടൊരു സീൻ, അത് കോഴിക്കോട് ഹോട്ടൽ മഹാറാണി ഹോട്ടൽ എന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വൈകുന്നേരം 2 മണിക്കൂർ 3 മണിക്കൂർ എന്തോ ആ ഒരു സീൻ എടുക്കാൻ സമയമുള്ളൂ. ആ സീൻ അവിടെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഷാജി കൈലാസൊക്കെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കുന്ന ഒരു സമയത്താണ് രഞ്ജിത്ത് പണിക്കർ അപ്പുറത്തിരുന്ന് ആ സമയത്താണ് ലൊക്കേഷനിലിരുന്നാണ് ഡയലോഗ് എഴുതിയത്. എന്നിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ആ ഒരു സീനൊക്കെ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കറിയില്ല എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ അത് ധൈര്യം മാത്രമല്ല, അത് ചെയ്തിട്ട് അത് അത്ര പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നതും അതൊരു ഡയറക്ടറുടെയും റൈറ്ററുടെയും ക്യാമറാമാൻ്റെയും അതിൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കയെ പോലുള്ള നടന്മാരുടെ ഒക്കെ മിടുക്ക് തന്നെയാണ്.